വെള്ളിയാഴ്ച ദേവിയുടെ അലങ്കാരമാണ് നിങ്ങൾ ഈ കാണുന്നത് താഴത്തെ. അപ്പോൾ ആടിമാസമായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പ്രത്യേക അലങ്കാരമാണ് ദേവിക്ക് നടക്കാറുള്ളത്. അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം നടന്നത് മാവിലയും വേപ്പിലയും വെച്ചിട്ടുള്ള തോരണം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല വള ഉള്ള മാല, ഏലക്കയും ഗ്രാമ്പും കൊണ്ടിട്ടിട്ടുള്ള മാല, പിന്നെ അവിടെ ചരട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പറയുക, മറ്റേ യെല്ലോ കളർ താലിച്ചരട് പോലെ. പിന്നെ കുറേ പേർക്ക് കൊടുക്കാൻ വളയൊക്കെ. ഈ പൂജ എപ്പോഴാണ് നടന്നതെന്നുള്ളത് എനിക്കറിയില്ല. നടക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഫ്ലോർ വേറെ ആയതുകൊണ്ട് പൂജ നടക്കുന്ന സമയത്ത് നമുക്കൊന്നും അറിയാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടൈം തീരുമാനിച്ചിട്ടില്ല, സൂപ്പർവൈസറും മെയിൻ ഡോക്ടേഴ്സും ഒക്കെ വന്നിട്ടേ തീരുമാനിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് എപ്പോഴാണ് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അറിഞ്ഞില്ല. അപ്പോൾ അതാണ്, രാവിലെ പോയി തൊഴുതിട്ട് വന്നു. ഗുഡ് മോർണിംഗ് എവ്രി വൺ, നമസ്കാരം, വെൽക്കം ടു വിനീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നോക്കി, അമ്മയെ നോക്കി, അവർക്കെല്ലാം ഭയങ്കര ഹാപ്പിയായി. നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നാളെ ചെയ്യാം സെക്കൻഡ് സർജറി, വിച്ച് ഇസ് ദ പ്ലാസ്റ്റിക് സർജറി. അപ്പോൾ നമ്മൾ ഇനി ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു ഫ്ലാപ്പ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലാപ്പ് ഇടുന്നതോട് കൂടിയിട്ട് നമ്മൾ സെക്കൻഡ് പ്രോസസ്സ് നമ്മൾ കഴിയുകയാണ്. ആ സെക്കൻഡ് പ്രോസസ്സിൽ ഫ്ലാപ്പ് ഇട്ട് കഴിഞ്ഞ് ഒരു 3-4 ദിവസം അവർ നോക്കുമല്ലോ ആ വൂണ്ട് എങ്ങനെ പോകണമെന്ന്. ഒരു ഡ്രസ്സിങ് 2 ഡ്രസ്സിങ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. ആൻഡ് അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 1 മന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരിക. വീണ്ടും വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബോൺ ജോയിൻറ്റിൻ്റെ ആൾക്കാരാണ് സംസാരിക്കുക. അപ്പോൾ ഞാൻ വാക്യൂമിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാക്യൂം സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ചേച്ചി, എന്താണ് അവർ ചെയ്യുക എന്നുള്ളത് എനിക്കും പുതിയതായിരുന്നു, അത് കണ്ടതും കേട്ടതും. ഓക്കെ, സോ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഫങ്ഷൻ അവർ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു തരാം. സോ ദിസ് ഇസ് വാട്ട്. അത് വളരെ മുറിവായകളൊക്കെ വലുതായിരിക്കുന്ന മുറിയിലേക്ക് യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്നാണ് പറഞ്ഞത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് അതന്നെയാണ് പറഞ്ഞ്, ഒരു സംഭവത്തിനെ വാക്യൂം സക്ഷൻ വരയ്ക്കും കൊണ്ടെത്തിച്ചു എന്നുള്ളത് കേൾക്കുമ്പോഴാണ് ദേഷ്യം വരണതെന്ന്. സോ യെസ്, ഞാൻ കാണിച്ചു തരാട്ടുള്ളൂ അതെന്താണെന്ന്. സോ ഇതാണ് വാക്യൂം എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇവിടെയാണ് അതിൻ്റെ സൈഡിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ വാട്ടറാണ്. ഇവിടേക്ക് 2 ട്യൂബാണ് പോകുന്നത്. ഓക്കെ, ഇവിടെയാണ് ആ വേസ്റ്റായിട്ട് വരുന്ന ബ്ലഡ് കളക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 ട്യൂബ് വഴിയാണ്, ഒരു ട്യൂബിൽ അത് മുകളിലേക്ക് പോകും. ഇത് ഉള്ളിലത്തെ മുറിയിൽ പോയിട്ട് റിൻസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് അത് പുറത്തേക്ക് വരും. ഇത് കണ്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ കളക്റ്റ് ആവും. ഡോക്ടേഴ്സ് ഇതാണ് വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മുറിവായ ഒന്ന് ചുരുങ്ങിക്കിട്ടും. അങ്ങനെയാണ്, ഇതാണ് വാക്യൂം എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ പുതിയതാണ്, എനിക്കറിഞ്ഞിട്ടേ ഇല്ല, ജീവിതത്തിൽ ഇതൊന്നും കണ്ടിട്ടുമില്ല. ഇപ്പം ഇതൊക്കെ കാണുന്നു. സോ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഷീസ് ഫൈൻ, ഷീസ് ബെറ്റർ ആൻഡ് നല്ല പോലെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഭക്ഷണം കൊടുത്താലൊക്കെ ഒരു തെറ്റില്ലാത്ത രീതിയിലൊക്കെ കഴിക്കും. സോ ഇനിയിപ്പോൾ നാളെ സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യുന്നില്ല, സർജറിയോട് കൂടിയിട്ട് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ അടുത്ത ദിവസം രാവിലെയും ഞാൻ പെട്ടെന്ന് തന്നെ ദേവിയെ തൊഴുകാൻ പോയി. ഇന്ന് ദേവിയുടെ സാരി വളരെ നല്ല ഭംഗിയുള്ള ഒരു നീല കളറ്, വയലറ്റും അല്ല നീലയല്ലാത്ത പോലെയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ദേവിയുടെ അലങ്കാരം കാണാൻ. ഏലക്ക ഗ്രാമ്പുമാല അപ്പോഴും ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ വേഗം തന്നെ അമ്മയ്ക്ക് വന്നിട്ട് ഭസ്മവും കുങ്കുമവും ഒക്കെ തൊട്ട് കൊടുത്തു. പോവാണ് അമ്മ സർജറിക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് അമ്മ പോയ ഉടനെ തന്നെ ഞാൻ എയർ ബെഡ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കിടന്നിട്ട് പ്രഷർ അൾസേഴ്സ് വരാൻ തുടങ്ങി ബാക്കിലൊക്കെ. അതുകൊണ്ട് ഞാൻ എയറിൻ്റെ ബെഡ് വേണമെന്ന് പറഞ്ഞു. അവർ അമ്മയെ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഗ്യാപ്പിൽ തന്നെ ഞാനത് ശരിയാക്കി. പിന്നെ ഞാൻ എല്ലാ റൂമിലത്തെ വേണ്ട കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടാണ് പിന്നെ കോളിന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലെ നിങ്ങൾക്ക് വാക്യൂമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ സർജറി കഴിഞ്ഞു, ഞാനിപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ.
ICUവിൽ പോയിട്ട് വന്നേ ഉള്ളൂ. കണ്ടു അമ്മ അനസ്തീഷ്യയിൽ തന്നെയാണ്. അപ്പോൾ പക്ഷേ എന്നെ കണ്ടു, എന്നെ റെക്കഗ്നൈസ് ചെയ്തു. ബാക്ക് ടു ആ ഒരു ഡ്രൗസി ഇതിലേക്ക് പോയി. അപ്പോൾ നഴ്സ് പറഞ്ഞു ഒരു 1.5 hours കഴിഞ്ഞിട്ട് നിങ്ങൾ വരൂ, എന്നിട്ട് വെള്ളം കൊടുക്കാം. ഛർദ്ദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 hours ഉള്ളിൽ നമുക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നാണ് പറഞ്ഞത്. സോ യെസ്, അപ്പം നമ്മളുടെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒരു അറിവിലും അവർ പറഞ്ഞു തന്നത് എനിക്ക് മനസ്സിലായതും വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നാളെ സർജൻ വരുന്ന സമയത്ത് എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാമെന്നാണ് പറഞ്ഞത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നാളെ സർജൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു മനസ്സിലാക്കും. അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്തിരിക്കണം എന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവർ ഇതെടുത്തിരിക്കുകയാണ്. നമ്മുടെ മുട്ട ഇപ്പോൾ ഹോളാണല്ലോ, അപ്പോൾ റൈറ്റ് മുട്ട. അപ്പോൾ റൈറ്റ് മുട്ടിൻ്റെ അടിവശം നമ്മൾ ഈ കാലിൻ്റെ വണ്ണ എന്നൊക്കെ പറയില്ലേ, കാഫ്, അപ്പോൾ അവിടുന്ന് മസിലിനെ റൊട്ടേറ്റ് ചെയ്തു എന്നാണ് പറയണത്. എനിക്ക് ഇവരുടെ മെഡിക്കൽ ടേംസ് അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കേട്ടു. ഇനിയിപ്പോൾ എങ്ങനെയാണ് സർജൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കവർ ചെയ്തു, എന്നിട്ട് അത് കവർ ചെയ്ത് ആ വൂണ്ട് കംപ്ലീറ്റ് കവർ ചെയ്തു. അപ്പോൾ ഈ താഴത്തെ മസിൽ ഇപ്പോൾ എടുത്ത് റൊട്ടേറ്റ് ചെയ്ത സ്ഥിതിക്ക് അവിടെ ഒരു വൂണ്ട് ഉണ്ടാവുമല്ലോ. അപ്പം അത് എക്സ്പോസ് ആവാതിരിക്കാൻ ലെഫ്റ്റ് സൈഡത്തെ തൊടയെന്ന് സ്കിൻ എടുത്തിട്ട് അവിടെ കവർ ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിലും ഇപ്പോൾ ഒരു സ്കിൻ എടുത്തതിൻ്റെ വൂണ്ട് ഉണ്ട്. പിന്നെ ഇത് മൊത്തം ആ കമ്പിയിട്ടിട്ടുള്ള കെട്ടന്നെയാണ്. അതെന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഇനി സർജൻ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. ആൻഡ് നമുക്കിപ്പോൾ ഇനി വളരെയധികം കെയർഫുൾ ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ് മുന്നോട്ടേക്ക്. ബിക്കോസ് ഇതിപ്പോൾ വൂണ്ട് വളരെ എന്താ പറയുക കവർ ചെയ്ത് പ്ലാസ്റ്റിക് സർജറിയുടെ ടീം ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം കൊണ്ടുപോകാൻ. സോ യെസ്, ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ സെക്കൻഡ് സർജറിയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 50% നമ്മൾ ക്രോസ് ചെയ്തു. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്രാവശ്യം ഈ ഒരു അപ്ഡേറ്റിൽ, നമ്മുടെ അപ്ഡേറ്റിൽ പറയാനുള്ളത്. അപ്പോൾ വീണ്ടും ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. നിങ്ങൾ അയക്കുന്ന മെസ്സേജസും പ്രാർത്ഥനയും മാത്രമാണ് ഓരോ ദിവസവും എന്നെ എൻ്റെ കുടുംബം പിടിച്ചു നിർത്തുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും അപ്ഡേഷനും എല്ലാ കാര്യങ്ങളും വന്നതിന് ശേഷം സർജൻ്റെ അടുത്തുനിന്ന് എന്താണോ എനിക്ക് മനസ്സിലായത് അതോട് കൂടിയിട്ട് ഞാൻ വീണ്ടും അപ്ഡേഷനായിട്ട് ഇടാൻ തോളൂ. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.